തേനീച്ചന്റെ സ്വഭാവമാണ് എനിക്ക്. ഇതൊക്കെ മിണ്ടാതെ പോയി കഴിഞ്ഞാൽ മിണ്ടാതെ ഇരിക്കും. വിളക്കിപ്പെട്ട പൂശു. ഐ വാണ്ട് ഹിം എലൈവ് എന്നാ പറഞ്ഞു. ഐ വാണ്ട് ചെന്താമര എലൈവ്. തന്റെ സൂര്യൻ അസ്തമിച്ചു. കോടതി വിധിയെക്കുറിച്ച് ചെന്താമരയുടെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇനി കോടതി വിധിച്ച ശിക്ഷ എന്ന് നടപ്പാക്കും? ചെന്താമരയെ തൂക്കിലേറ്റുമോ? ഏറ്റവും അവസാനം കേരളത്തിൽ ഒരാളെ തൂക്കിക്കൊന്നത് 1991 ജൂലൈ 6 റിപ്പർ ചന്ദ്രൻ എന്ന കൊടും കുറ്റവാളിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നതാണ്. കേരളത്തിൽ അവസാനം നടന്ന വധശിക്ഷ വിധിച്ചാൽ പിന്നീടുള്ള നടപടിക്രമങ്ങൾ ഇങ്ങനെ: ആദ്യം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. നിലവിൽ ചെന്താമരയുള്ളത് വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. ജയിൽ അധികൃതർ ആദ്യം ചെന്താമരയോട് ചോദിക്കുന്നത് വധശിക്ഷയ്ക്കെതിരെ സ്വന്തം നിലയിൽ അപ്പീൽ പോകുന്നുണ്ടോ എന്നായിരിക്കും. ചെന്താമര പോയില്ലെങ്കിൽ ജയിൽ വകുപ്പായിരിക്കും കോടതിയെ സമീപിക്കുക. ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് പറയുന്നത് DSR എന്നാണ്, അഥവാ ഡെത്ത് സെന്റൻസ് റിവ്യൂ പെറ്റീഷൻ. ഹൈക്കോടതി പ്രധാനമായും പരിഗണിക്കുന്നത് വധശിക്ഷ നടപ്പാക്കിയാൽ പ്രതിയുടെ കുടുംബത്തിനുണ്ടാകുന്ന ആഘാതമാണ്. മറ്റൊന്ന്, ജയിലിലെ സ്വഭാവം അനുസരിച്ച് പശ്ചാത്താപത്തിന് സാഹചര്യമുണ്ടോ എന്ന് ജയിൽ അധികൃതരോട് കോടതി റിപ്പോർട്ട് ചോദിക്കും. അപൂർവങ്ങളിൽ അപൂർവമാണോ എന്ന് വിശദമായി വാദം കേട്ടതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഉത്തരവ് പറയുന്നത്. ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചാൽ ചെന്താമരയ്ക്ക് സുപ്രീം കോടതിയിൽ പോകാം. സുപ്രീം കോടതി ശിക്ഷ ശരിവെച്ചാൽ ഗവർണർക്ക് ദയാഹർജി നൽകാം. അത് കഴിഞ്ഞ രാഷ്ട്രപതിയും ദയാഹർജി തള്ളിയാൽ വീണ്ടും സുപ്രീം കോടതിയിൽ തിരുത്തൽ ഹർജി നൽകാം. എന്നിട്ടും മാത്രമേ ചെന്താമരയ്ക്ക് വധശിക്ഷ നടപ്പാക്കാമോ എന്ന് പറയാൻ കഴിയൂ. സ്വാഭാവികമായും ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകുന്നതിനെതിരെ ഏതെങ്കിലുമൊക്കെ സംഘടനകൾ രംഗത്ത് വരാനാണ് സാധ്യത. അതാണല്ലോ കേരളത്തിലെ കീഴ്വഴക്കവും.